ഈ മരിച്ചു കിടക്കുമ്പോൾ മോണിഷയാണെന്ന് പറയത്തില്ല. ഒരു കൊച്ചു പെണ്ണ് ഡോറ് തുറന്നു പോയി, തെറിച്ചു പോയപ്പോൾ വാരിയല് ഒടിഞ്ഞിട്ട് ലങ്സിൽ കയറിയിട്ടാണ്. ഇത്തരത്തിലൊരു സിനിമാ നടിയാണ് മരണപ്പെട്ടതെന്ന് പറഞ്ഞ അങ്ങോട്ടേക്ക് ആൾക്കാർ ഭയങ്കരമായിട്ട് ബഹളം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അതൊക്കെ ഇൻക്വസ്റ്റ് നടപടികൾ പങ്കാളിയാകുന്ന ഫോട്ടോഗ്രാഫർമാർക്കൊക്കെ സർക്കാരാണോ ശമ്പളം തരുന്നത്? പിന്നെ പ്രധാനപ്പെട്ട ഒരു സംഭവം മോനിഷയുടെ മരണമാണ്. മലയാളത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ചേർത്തല എക്സറ ജംഗ്ഷനിൽ ഉണ്ടായ ഒരു അപകടത്തിലാണ് മോനിഷ മരണപ്പെടുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ആ മൃതദേഹത്തിൻ്റെ ചിത്രങ്ങൾ എടുക്കാനൊക്കെ പോയത് ചേട്ടനാണ്. അപ്പോൾ ആ ഒരു അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു അവിടെ കണ്ട കാഴ്ചകൾ? കാഴ്ച അല്ല, അത് രാവിലെ ഒരു 5:45 ഇത് ആക്സിഡൻ്റ് ഉണ്ടായിരിക്കുന്നത്. അതിൽ അംബാസഡർ കാറിൽ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് നിന്ന് പോകുന്ന വണ്ടിയിൽ ചേർത്തലയിൽ നിന്ന് മുഹമ്മയിലേക്ക് പോകുന്ന KSRTC ലോക്കൽ വണ്ടി. അപ്പോൾ അന്ന് ഈ എക്സ്റേ ബൈപ്പാസിന് ഒരു ഡിവൈഡറുണ്ട്, ചെറിയ രീതിയിലുള്ള. ദൂരെ നിന്ന് കഴിഞ്ഞാൽ ഈ ഡിവൈഡർ കാണത്തില്ല, അതാണ് എൻ്റെ ഒരു സത്യം. ആ വണ്ടി വന്ന് ഡിവൈഡറിൽ തട്ടിയിട്ട് തകിടം മറിഞ്ഞ് ഈ KSRTC ബസ്സുമായിട്ട് ഇടിച്ച്. അതായത് അംബാസഡർ കാറ് ഡിവൈഡറിൽ തട്ടിയിട്ട് തകിടം മറിഞ്ഞിട്ട് നേരെ വന്ന് ഈ ബസ്സിൽ ഒന്ന് ഇടിച്ചിട്ടാണ്. അതിന് ഈ വണ്ടിയിൽ തന്നെ ഒരു ഹിന്ദിക്കാരനൊരു ഡ്രൈവർ വേറെ ഒരാളും കൂടെ മരിച്ചിട്ടുണ്ട്. പിന്നെ മോണിഷയ്ക്ക് ശരീരത്തിന് വലിയ പൊട്ടൊന്നുമില്ല, ശരീരത്തിന് പൊട്ടൊന്നുമില്ല. ഇടത് തുടയുടെ അവിടെ ഒരു ചെറിയ പോറൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ശരീരത്തിൽ പൊട്ടൊന്നുമില്ല. മരണകാരണമായത് കഴിഞ്ഞാൽ അറിഞ്ഞത് കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ നിന്ന് തെറിച്ച് പോയല്ലോ, മോണിഷ തെറിച്ച് ഡോറ് തുറന്നു പോയപ്പോൾ തെറിച്ച് പോയപ്പോൾ ഈ വാരിയല് ഒടിഞ്ഞിട്ട് ലങ്സിൽ കയറിയിട്ടാണ് മരണപ്പെട്ടെന്നാണെന്ന് നമ്മൾ അറിയാൻ പറ്റിയത്. ഈ മൃതദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് ചെയ്തത് ഫോട്ടോ എടുക്കാൻ ചേട്ടൻ പോയിട്ടുണ്ട്? അതെ, ഞാൻ പോയിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു അവിടെ കണ്ട? അത് ഇത് കാഴ്ച കഴിഞ്ഞാൽ ഈ സാധാരണ നമ്മൾ കാണുന്ന പോലെ തന്നെയല്ലേ എല്ലാതും. ഈ ബോഡിയുടെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കട്ട് ചെയ്ത് മാറ്റും, അതിൻ്റെ ഫോട്ടോ എടുക്കും. മറ്റേ താഴത്തേക്കുള്ള ടോപ്പിൻ്റെ ഇതുണ്ടല്ലോ, അത് പാൻറ്റീസ് അതിന് പറയണം, അതും കട്ട് ചെയ്ത് മാറ്റും. ചെറിയ മറ്റേ പരിക്കുകളൊന്നുമില്ല, ചെറിയ ഒരു ഒരവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതെനിക്ക് ഓർമ്മയുണ്ട്. ഇത്തരത്തിലൊരു സിനിമാ നടിയാണ് മരണപ്പെട്ടതെന്ന് പറഞ്ഞ അങ്ങോട്ടേക്ക് ആൾക്കാർ ഭയങ്കരമായിട്ട് ബഹളം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അതൊക്കെ രാവിലെ ഒരു ചേർത്തല എക്സ്റേ ബൈപ്പാസിൽ ഒരു ആക്സിഡൻറ്റിൽ ഒരു അംബാസഡർ കാറും KSRTC ബസ്സുമായിട്ട് ഇടിച്ച് 2 പേര് മരണപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രം അറിയാം. പിന്നെ ഇൻക്വസ്റ്റ് തന്നെ പോയി, ഇൻക്വസ്റ്റ് എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ജനം തിങ്ങി ഈ പറഞ്ഞ പോലെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഈ മോണിഷയാണെന്ന് അറിയാതെ. അല്ലാതെ ഈ മരിച്ചു കിടക്കുമ്പോൾ മോണിഷയാണെന്ന് പറയത്തില്ല. ഒരു കൊച്ചു പെണ്ണ് സാധാരണ മരണം, നമ്മൾ ആക്സിഡൻറ്റ് എന്തോരം എടുത്തിരിക്കണം, അതുപോലെയുള്ള ഒരു സംഭവം. അതിപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അന്ന് ഞാൻ ആർട്ടിസ്റ്റ് സ്റ്റുഡിയോയിൽ നിൽക്കുന്ന സമയമാണ്, ചേർത്തല ആർട്ടിസ്റ്റ് സ്റ്റുഡിയോയിൽ. അവിടെ നിന്നാണ് ഞാൻ പോയത്. അപ്പോൾ ആർട്ടിസ്റ്റ് സ്റ്റുഡിയോയിൽ ഞാൻ ചെന്ന് പറഞ്ഞപ്പോഴാണ് അവരും അറിയണത് ഇങ്ങനെ മോണിഷ ഇങ്ങനെ മരണപ്പെട്ടു. അത് ഒരു ചെറിയ ഓർമ്മയുണ്ടത്. ഇതിന് ശേഷം എത്ര ഈ കൊലപാതകം നടന്ന വീടുകളിൽ പോകുമ്പോൾ അവിടുത്തെ ആളുകളുടെ മാനസികാവസ്ഥ കാണേണ്ടി വന്നിട്ടില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. എങ്ങനെയായിരുന്നു? ചേർത്തല മണ്ണഞ്ചേരി പോലീസിൻ്റെ അതിൽ തന്നെ ഒരു ITC എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, കലൂര്. കേട്ടിട്ടുണ്ടോ? അവിടെ ഭർത്താവ് ജയിലിൽ നിന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് എന്തോ സംശയം തോന്നിയിട്ട് ഭാര്യ നല്ല ഉറക്കത്തിൽ 2 പിള്ളേർ കൂട്ടത്തിൽ, 2ലും 3ലും പഠിക്കുന്ന കൊച്ചു പിള്ളേർ, അവരാണും ഒരു പെണ്ണും, അമ്മയും 2 പിള്ളേരും കേട്ട് കട്ടിലേ കിടക്കുന്നു. അച്ഛൻ താഴത്ത് കിടക്കുന്നു. അച്ഛൻ ഉണർന്നപ്പോൾ ഈ ഭാര്യ കട്ടിലില്ല. അവർ ബാത്റൂമിൽ അവിടെ പോയതാണ് അവരുടെ ഇതിൽ. അപ്പോൾ ഇവന് സംശയം തോന്നി കഴിഞ്ഞപ്പോൾ അവൻ രാത്രി ഒരു പാതിരാത്രി മഴ കൊണ്ട് അവൻ വെട്ടി തുണ്ടാക്കി കളഞ്ഞു. പെടലിക്ക് തന്നെ ഉണ്ട് 3-4 വെട്ട്.
കട്ടിലിന് ഈ ഈ പെണ്ണ് ഉറക്കത്തിലാണ് വെട്ടിയിരിക്കുന്നത്. ഈ വെട്ടിൻ്റെ ഇത് കണ്ട് പിള്ളേർ ചാടി എണീറ്റിട്ട് അടുത്ത വീട്ടിലേക്ക് ഓടിപ്പോയി. കൈയുടെ ഇവിടെ ഇത്രയും പീസ് കട്ടായിപ്പോയി. പള്ള ഭാഗം, ഈ നെഞ്ചിൻ്റെ ഭാഗം കൊണ്ട് 10-16 വെട്ടാണ് പറ്റിയത്. വൈരാഗ്യ വല്ല ഇതിലൊക്കെ ആയിരിക്കാം. അതിന് ഇൻക്വസ്റ്റ് ഞാനാ പോയത്, മണ്ണഞ്ചേരി ഈ പറഞ്ഞു. അപ്പോൾ പോലീസ് ഓഫീസർമാർ ഉൾപ്പെടെ എന്നിട്ട് അവിടെ തന്നെ ആ സ്പോട്ടിൽ വെച്ച് തന്നെ ഈ പറഞ്ഞ പോലെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രസ്സ് കെട്ടിയത് ഇതെല്ലാം അതിലും എല്ലാത്തിൻ്റെ ഫോട്ടോ എടുത്ത് അത് അതിൻ്റെ അതും വർഷക്കണക്കായി, എന്നാലും എനിക്ക് ഓർമ്മയുണ്ടത്. ഈ പ്രളയകാലത്തും കോവിഡ് കാലത്തും ഒക്കെ ഇൻക്വസ്റ്റ് നടപടികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എന്തൊക്കെയാണ് ഒരു പ്രതിസന്ധികൾ ഉണ്ടായിരുന്നത്? കോവിഡ് സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ ആരും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പോൾ കൊലപാതകങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കൊലപാതകമുണ്ട്, അല്ലാതെ അല്ല മരണപ്പെടണം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ ആ സമയത്തും ഈ പറഞ്ഞ പോലെ പോലീസിൻ്റെ ഇൻക്വസ്റ്റിന് അല്ലാതെ ഈ ബോഡി മറവ് ചെയ്യാനായിട്ടാണെങ്കിലും ഈ ആരെയും കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിക്കാറുണ്ട്, ഞാൻ പോകാറുണ്ട്. കോവിഡ് മരണങ്ങളിലും കോവിഡ് മരണത്തിൽ ഉണ്ട്. ഒരു ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് ഗൾഫിൽ നിന്ന് ഒരു ഗൾഫുകാരൻ മരിച്ചു. ആ ഗൾഫുകാരൻ്റെ വീട്ടുകാർക്കും വേണ്ട, ഈ ഭാര്യ വീട്ടുകാർക്കും വേണ്ട. അത് ഒന്ന് ഈ എന്തെങ്കിലും പല പ്രശ്നത്തിൻ്റെ ഇതിൻ്റെ പേരിലും ഉണ്ടാവും. പിന്നെ ഈ കോവിഡ് വന്ന് മരിച്ച കാരണം വീട്ടുകാർക്ക് വേണ്ട, അടക്കാൻ പറ്റില്ല വീട്ടിലെ അവരെയൊക്കെ. അപ്പോൾ അതിന് ഈ പൊതു ശ്മശാനത്തിൽ അടക്കാനായിട്ട് എന്നെ വിളിച്ചിട്ട് ഞാനും പോയി. ക്യാമറ അന്ന് ഫോട്ടോ ഇൻക്വസ്റ്റ് കഴിഞ്ഞിട്ട് ക്യാമറ എല്ലാം കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ബാഗും വെച്ച് കഴിഞ്ഞ് എപ്പോഴാണ് സാറ് എന്നെ വിളിച്ചു പറഞ്ഞു, ഇതുപോലെ അമ്മൂസ് ഒന്നുകൂടെ വരണം കേട്ടോ, അതുപോലെ മറവ് ചെയ്യാനായിട്ട് കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ പി കിറ്റൊക്കെ ഇട്ട് ആംബുലൻസിലേക്ക് കൊണ്ടുവന്നിട്ട് ഉണ്ട്. 2-3 പേരേ ഉള്ളൂ. ഇത് കൊണ്ടുവന്ന് ഈ കുഴി വെട്ടണതും ഒക്കെ വേറെ ആൾക്കാർ, ഈ കുഴിയിലേക്ക് ആക്കണത് ഈ സ്ട്രെച്ചറിലേക്ക് ഒരു തലത്ത് ഞാനാ പിടിച്ചിരിക്കുന്നത്, കൊണ്ടുവന്ന് അവിടെ മറവ് ചെയ്തിട്ടുണ്ട്. അത് ഒന്നല്ല, കോവിഡ് സമയത്ത് പലതും അങ്ങനെ മറവ് ചെയ്തിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പങ്കാളിയാകുന്ന ഫോട്ടോഗ്രാഫർമാർക്കൊക്കെ സർക്കാരാണോ ശമ്പളം തരുന്നത്? സർക്കാരല്ല, ഇവർ ആണ്. ശരിക്കും പറഞ്ഞാൽ അത് ഈ കൂട്ടത്തിലൊരു കാര്യം കൂടെ പറയുകയും, ഈ എന്നെപ്പോലെ ഈ കേരളത്തിൽ പല ഈ ഇൻക്വസ്റ്റിന് ഫോട്ടോ എടുക്കുന്ന ഫോട്ടോഗ്രാഫർമാരുണ്ട്. അവർക്ക് തുച്ഛമായി അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയത് ചിലവരൊന്നും കിട്ടത്തില്ല. ഇപ്പോഴും ഞാൻ ഈ കഴിഞ്ഞ ദിവസം പോയിട്ട് അവർക്ക് അവർ നമ്മുടെ കൈ ചോദിക്കണ ചോദ്യം, നിങ്ങളെ ഞങ്ങളല്ലല്ലോ വിളിച്ചത്, പോലീസല്ലേ, അവർക്ക് മേടിച്ചോന്നാ പറഞ്ഞു. അങ്ങനെ ഒക്കെ നമുക്ക് പിന്നെ അവർക്ക് ഉടക്കാൻ പറ്റിയല്ലോ, ചൂടാകാൻ മരണവീടാണ് നമ്മൾ ചോദിക്കാറില്ല, പാർട്ടിയാണ് തരണത്. ശരിക്കും പറഞ്ഞാൽ ഇതിന് സർക്കാർ ഇതിന് കണ്ടുകൊണ്ട് സർക്കാർ ഒരു സാമ്പത്തികം തന്ന് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം വീട്ടുകാരിന്ന് കിട്ടത്തില്ല. അതുപോലെ അജ്ഞാത ബോഡികളുണ്ട്. അജ്ഞാത ബോഡികളെന്ന് വെച്ചാൽ ട്രെയിൻ തട്ടി മരിക്കുന്നു, അല്ലെങ്കിൽ ഈ കടകളുടെ തിണ്ണേ കിടന്ന് മരണപ്പെട്ടു. ആര് ബന്ധുക്കൾ ആരും ഇല്ലെങ്കിൽ ശരി, ഇൻക്വസ്റ്റ് അതിൻ്റെ നടപടി കറക്റ്റാണ്. അതിന് പോലീസ് ഇൻക്വസ്റ്റ് ചെയ്യും, അതിന് ഫോട്ടോഗ്രാഫി വേണം, അതൊക്കെ നമ്മൾ പോയി എടുക്കും. പക്ഷേ പൈസ കിട്ടാത്തതുണ്ട്. അപ്പോൾ അതാത് മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ അതാത് പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ഒരു ഫണ്ട് തരേണ്ടതാണ്. അവരും കൈമലത്തും. അങ്ങനെ എനിക്ക് എത്ര രൂപ കിട്ടാനുള്ളത് ഒരു എന്ന് വെച്ചാൽ അവിടെ കിട്ടത്തില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് ഇതിനു വേണ്ടി ഒരു സാമ്പത്തികം കണ്ടെത്താനുള്ള ഒരു സംവിധാനം ചെയ്യണമെന്നുള്ള ഒരു കാര്യം ഈ കൂട്ടത്തിൽ ഞാൻ പറയാം. എന്ന് വെച്ചാൽ അത് കേരളത്തിലും അകത്തും പുറത്തുമുള്ള ഇതുപോലെ ഫോട്ടോഗ്രാഫർമാർ അനുഭവിക്കുന്ന വേദന